ശ്രീ മേജർ രവി, ശ്രീ കൃഷ്ണകുമാർ, വളരെ സന്തോഷം കണ്ടതിൽ തന്നെ. പിന്നെ ആദ്യം ചോദിക്കാനുള്ളത്, താങ്കൾ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ആ കാര്യമൊക്കെ നമുക്കറിയാം. യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല രാജേഷ്. ഇല്ല, അനീഷ് സോറി. യുദ്ധത്തിലല്ല, അത് യുദ്ധം എന്ന് പറയുന്നത് ആണ് ഇപ്പോൾ ഈ 1971 എന്നുള്ള ഫിലിം. ഞാൻ പങ്കെടുത്തിട്ടുള്ള കീർത്തി ചക്ര, ഈ മിഷൻ 90 ഡേയ്സ്, അങ്ങനെയൊക്കെയുള്ള കമാൻഡോ ഓപ്പറേഷൻസ് പറഞ്ഞാൽ കൗണ്ടർ. യെസ്. അപ്പോൾ നമുക്ക് ഇനി തുടങ്ങാം. ഓക്കെ. സിനിമയിലൊന്നും ഇത്രയും വർഷമായി, അതിനെക്കാട്ടും വലിയൊരു കമാൻഡോ ഓപ്പറേഷനാണോ സിനിമ എന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്? സത്യമായിട്ടും തോന്നിയിട്ടുണ്ട് അനീഷ്. ബിക്കോസ് അവിടെ ഞങ്ങൾ പട്ടാളത്തിലിരിക്കുന്ന സമയത്ത് നമ്മളൊരു യുദ്ധത്തിന് പോവുക, അല്ലെങ്കിൽ ഒരു കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷന് പോയിട്ട് നമ്മൾ ജീവനോടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷത്തിൽ നമ്മുടെ കെട്ടിപ്പിടിച്ചിട്ട് മുഖത്തൊരു തട്ടൊക്കെ തട്ടും. ഗുഡ്, യു കെയിം ബാക്ക് എന്ന്. ഇവിടെ നമ്മൾ സക്സസ്ഫുള്ളി കെയിം ബാക്ക് വന്നു കഴിഞ്ഞാൽ ഐ ക്യാൻ സീ ലോട്ട് ഓഫ് ജെലസ് ഐസ് കമ്മിങ് ഓവർ. ഇവൻ്റെ പണം അതെന്ത്. സോ ദിസ് ആർ ടു ഡിഫറൻസസ്. അവിടെ ഞങ്ങൾ ജീവൻ പണയം വെച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആ വാംത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ ജനങ്ങൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ദർ ഇസ് സം പീപ്പിൾ ഹൂ കാൺ ഡൈജസ്റ്റ്. മനുഷ്യന്മാർ ആഗ്രഹിക്കുന്ന അതാണ്, നല്ലൊരു കാര്യം ചെയ്യുന്ന സമയത്ത്. പക്ഷെ ആ നല്ല കാര്യത്തിനെ ഇപ്പം ഞാൻ നേരത്തെ ഓഫ് ലൈനിൽ സംസാരിച്ച പോലെ ഈ സോഷ്യൽ മീഡിയ അതിനകത്തൊക്കെ വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതിൽ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ യുദ്ധം ഭയങ്കര യുദ്ധമാണ്, അവിടുത്തെ യുദ്ധം ഭയങ്കര ശ്രീ കൃഷ്ണകുമാർ, സിനിമയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് ഞാൻ പറയില്ല. താങ്കൾ എന്നും സിനിമയിൽ തന്നെ ഉണ്ടായിരുന്നു, എന്നും ലൈം ലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കഥാപാത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു താങ്കൾക്ക് ഇത്രയും സമയമെടുത്ത്. താങ്കളിവിടെ ഉണ്ടല്ലോ എന്ന് നമുക്കൊരു ഫീല് വരുത്താനുള്ള ഒരു കഥാപാത്രത്തിന് വേണ്ടിയുള്ളൊരു വെയിറ്റിംഗ്. ഇത്രയും കാലം താങ്കൾ എന്തെടുത്തു? അത് ശരിയാണ്. നമുക്ക് ഈ ചിത്രങ്ങൾ വരുന്നത് പോലെ തന്നെ ചിത്രങ്ങൾ ഇല്ലാതെയാവും. അപ്പം നമ്മൾ ചിത്രങ്ങൾ ഇല്ലാതെ ആകുമ്പോഴാണ് നമ്മൾ പറയുന്നത് എന്തോ സമയദോഷം മറ്റേതോ. പക്ഷേ സിനിമ എങ്ങനെയാണ് വന്നത്? നമ്മൾ ഏതോ ഒരു സമയത്ത് സാധാരണ ഒരു പയ്യനായിട്ട് നടന്നപ്പോഴാണ് ഇത് വന്നതും. അപ്പോൾ ഇതെല്ലാം ആക്ച്വലി നമ്മളൊക്കെ, എനിക്കൊന്ന് മേ ബി ഡെസ്റ്റിനി ഓർ വാട്ട് എവർ ഇറ്റ്സ്, എനിക്കറിയില്ല. നമ്മളൊക്കെ ബ്ലെസ്ഡ് ആണ് ബേസിക്കലി. സിനിമയെ നമുക്ക് ഇല്ലാതാവുന്നുള്ളൂ. പക്ഷെ അപ്പോഴും അവിടെ ഇരുന്ന് നമ്മൾ ആലോചിക്കും. അപ്പോഴാണ് നമ്മൾ ധാരാളം സിനിമ സംവിധായകർ, എഴുത്തുകാർ, ഇവരെല്ലാവരെയും നമ്മൾ ശക്തമായി കാണുന്നു, സംസാരിക്കുന്നു. അങ്ങനെ രവിയേട്ടനെ ഞാൻ സ്ഥിരമായി വിളിക്കാറുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് നല്ല നല്ല സംഭവങ്ങൾ വരുന്നതും. അല്ലാതെ ആ സമയത്ത് നമ്മൾ മാറിയിരുന്ന് അത് പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. ഇപ്പോൾ ഇതിനകത്തെ ഹവിൽദാർ സുദർശൻ ഞാൻ ചെയ്തപ്പോഴും ഡബ് ചെയ്തപ്പോഴും വിചാരിക്കാത്തൊരു ഇമ്പാക്റ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ധാരാളം നാൾക്ക് ശേഷം ഇപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു തോളൊരു പാറ്റേൺ എന്ന് പറയുന്നത് ചെറിയ സംഭവമായിരിക്കും, പക്ഷെ അത് കിട്ടുന്നവർക്ക് അതൊരു വലിയ സംഭവമാണ്. അപ്പം നമുക്കിന്ന് സോഷ്യൽ മീഡിയ ദോഷവുമുണ്ട്. അതിൻ്റെ മറുവശം എന്ന് വെച്ചാൽ നമ്മളെ അറിയാവുന്ന കുറച്ച് പേർ നല്ല നല്ല രീതിയിൽ നമ്മളെ കാര്യങ്ങൾ അറിയിക്കുന്നു. ചേട്ടൻ അത് നന്നായിട്ടുണ്ട്. ആ ചെറിയൊരു സംഭവമാണ്, പക്ഷെ ഒരു തുടക്കമുണ്ട്, ഒരു നടുഭാഗമുണ്ട്, ഒരു അന്ത്യമുണ്ട്. ഇത് ചേട്ടൻ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കുന്നു, വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കുന്നു. താങ്ക്സ് ടു ഓൾവേസ് താങ്ക്സ് ഗോസ് ടു ദ ഡയറക്ടർ, ബിക്കോസ് ഡയറക്ടേഴ്സ് ആർ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയും. അവർ നിയന്ത്രിക്കുന്ന പോലെ. മരിക്കുന്നെങ്കിൽ അത് നമ്മുടെ ശത്രുക്കളായിരിക്കും. പാകിസ്ഥാൻ की आवाम को ये लड़ाई चाहिए या नहीं चाहिए? நம்ம நாட்டுக்காக உயிர் கொடுக்கிறதுக்கு நான் எப்பவும் ரெடி. We soldiers just follow the orders. അപ്പോൾ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ ജവാന്മാരുടെ കാര്യം ഇപ്പോൾ സംസാരിച്ചു. പലപ്പോഴും നമുക്ക് ജവാന്മാരൊരു തമാശയാണ്. പല കോർണേഴ്സിലും നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നത് ഇവരെ തമാശകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് പുറകിൽ അവരെ കുറേ പെയിൻ ഉണ്ടാവും, കുറേ നൊമ്പരങ്ങളുണ്ടാവും. അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന, ഇപ്പം ലേയിലോ, എനിക്ക് സ്ഥലങ്ങളുടെ പേരൊന്നും കൃത്യമായിട്ടല്ല, ഒറ്റയ്ക്കുള്ള ഔട്ട് പോസ്റ്റ് കിടക്കുന്നവരുണ്ടാവും. ഇവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് താങ്കളുടെ സിനിമകളിൽ, ഈ സിനിമ മാത്രമല്ല സിനിമകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്? ഒരു പട്ടാളക്കാരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റാണ്. ഐ ആം വെരി സോഫ്റ്റ്. ഞാൻ പെട്ടെന്ന് സെൻറ്റിമെൻ്റലാവും, പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറയും, ഇതെല്ലാം ഉണ്ട്. ഇതിൽ ദേഷ്യം വരും, എല്ലാം വരും. കാരണം ശരിയല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും. ഇതെല്ലാം ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മറയാണ്, ഈ ഒരു കവചമാണ് ഈ ഒരു ടഫ്നെസ്സിൻ്റെ കവചം. അതില്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഈസ് എ നോർമൽ പേഴ്സൺ. അവനുമുണ്ട് കണ്ണീര്, അവനുമുണ്ട് ചിരിയും കളിയും തമാശയെല്ലാം. അതുപോലെ തന്നെ സിനിമയിൽ പലപ്പോഴും ഒരു പട്ടാളക്കാരൻ്റെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ജാതിയോ മതത്തിനോടൊന്നും വലുതില്ല. ഇപ്പം എന്നെ ഇവിടെ സ്റ്റാമ്പ് അടിച്ചിട്ടുണ്ടാവും RSS സംഘി എന്ത് വേണമെങ്കിലും അടിച്ചോട്ടെ. ഐ ആം നോട്ട് ബോതേർഡ്. അത് പറയുന്നവർക്ക് അസൂയക്കാരും അതുപോലുള്ള വിദ്വേഷമുള്ളവരും അതെന്നിട്ട് 2-3 മുസ്ലിം സഹോദരങ്ങളുടെ പേരായിട്ട് ചിലപ്പം ഹിന്ദുക്കൾ തന്നെയായിരിക്കും ചെയ്യുന്നത്, ക്രിസ്ത്യാനി, ആ രീതിയിൽ ഐ ആം നോട്ട് ബോതേർഡ്.
യു കോൾ മീ എനിത്തിങ്. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് എൻ്റെ അച്ഛനും അമ്മയും വളർത്തിയിരിക്കുന്ന എന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സംസ്കാരമാണ്. എൻ്റെ അയലോക്കത്ത് അബ്ദുൽ ഖാദർ പോയിരുന്ന പള്ളിയിലായിരുന്നു. അവൻ പോകുന്ന സമയത്ത് ഞാൻ പലപ്പോഴും മുല്ലാക്കട മുമ്പിൽ ഞാൻ അവിടെ പോയി നിൽക്കാറുണ്ട്, അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. സോ ഞങ്ങൾക്ക് അങ്ങനെ വികാരമില്ല. ഇത് മേജർ രവിക്ക് പറയാനുള്ള ചങ്കൂറ്റമുണ്ട്. അവിടെ ഞാൻ നിങ്ങളെന്നെ സംഗീന്ന് വിളിച്ചോ, സുഡാപ്പിന്ന് വിളിച്ചോ, എന്ത് വേണമെങ്കിലും വിളിച്ചോ, കമ്മീന്ന് വിളിച്ചോ, കോങ്കിന്ന് വിളിച്ചോ, എന്ത് വേണമെങ്കിലും വിളിച്ചോ, ഐ എം നോട്ട് ബോതേർഡ് നൗ. ഒരു കാലം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സ് വേദനിക്കുന്നു. എന്താ ഈ ജനങ്ങൾക്ക് എന്നെ മനസ്സിലാവാത്തതെന്നുള്ളത്. ഇനിയിപ്പോൾ എനിക്കിത് പൊളിച്ചു വെച്ചിട്ടും കാണിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല ഞാൻ എന്താണ്. എന്നെ അറിയുന്ന എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും എന്നെ അറിയാം ഞാൻ ആരാണെന്നുള്ളത്. लड़ाई लड़ाई है और फौजी को लड़ना पड़ता. സ്വന്തം നാടിന്റെ രക്ഷയ്ക്ക് കാവൽ നിൽക്കുമ്പോൾ തോക്കല്ല സാർ, തോൽക്കാത്ത ചങ്കൂറ്റമാണ് ഭടന്റെ ആയുധം. ഞാൻ ചോദിക്കാൻ വന്നത്, താങ്കൾ കാശ്മീരത്തിലൂടെയാണ് സിനിമയിൽ വന്നത്. ആ സിനിമയിൽ ഉണ്ടാക്കിയ ഒരു ഇമേജ്, ആ താങ്കളുടെ ക്യാരക്ടറിനുള്ള ഇമേജ്, പിന്നീട് ഒരുപക്ഷെ അത്തരം റോളുകളായിരിക്കും താങ്കളെ കൂടുതലും സമീപിച്ചത്. അതും കൂടെ തന്നെ ഒരു കാരണമാണോ താങ്കൾ കുറച്ചൊന്ന് മാറി നിന്നത്? മാറി നിന്നതിൻ്റെ 2-3 കാരണങ്ങളായിരുന്നു. ഞാൻ ഇടയ്ക്ക് സീരിയലിലോട്ട് പോയി സിനിമയിൽ വിളിക്കാതെ. അതിന് കാരണമുണ്ട്, തക്കതായ കാരണം. വെച്ചാൽ സീരിയലിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ പെട്ടെന്ന് സിനിമയിലോട്ട് വിളിക്കാൻ താല്പര്യം വരില്ല. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ മാറി നിന്നു വെച്ചാൽ ആ സമയത്ത് ഒന്ന് തമിഴ്നാട്ടിൽ പോയി, ചെന്നൈയിലായിരുന്നു. തമിഴിൽ ധാരാളം സിനിമ ചെയ്തിരുന്നു. അതെ അതെ അതെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഗുണദോഷങ്ങളെന്ന് വെച്ചാൽ ഈ സ്നേഹപ്പാരാന്നൊരു സംഭവമുണ്ട്. തമിഴ് ഭയങ്കര ബിസി കേട്ടോ. ആണോ? അപ്പോൾ പിന്നെ ഡേറ്റ് പ്രശ്നവും. നമുക്ക് കാര്യം മറ്റേ വിളിക്കാം. ഇതൊക്കെ ഇതിനകത്തുള്ള സംഭവങ്ങളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കൊരു പണിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പറ്റി പുകഴ്ത്തി പണി ചെയ്യുക. പുതിയ പണിയാണ്. ഇവിടെയുള്ളവരൊക്കെ ബുദ്ധിയുള്ളവരാണ്, ആരും മോശക്കാരല്ല. പിന്നെ ഫൈനലി നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ ഇതെല്ലാം നമ്മളുടെ ലൈഫിൽ എഴുതിയിരിക്കുന്നത് എല്ലാം എൻജോയ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ആരോടും ദേഷ്യമില്ല. മക്കളോടും പറഞ്ഞു കൊടുക്കും, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് റിച്ചസ് ആൻഡ് കംപ്ലൈൻറ്റ് ഈസ് പോവേർട്ടി. അപ്പോൾ ഉപകാരസ്മരണ കിട്ടിയത് ഭാഗ്യം. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ശ്വാസം അകത്തോട്ടും പോകുന്നുണ്ട്, പുറത്തോട്ടും വരുന്നില്ല. പിന്നെ പരാതി പറഞ്ഞാൽ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും. അതുകൊണ്ട് പരാതികളേ ഇല്ല, നമുക്ക് നന്മ വന്നിരിക്കും, നല്ലത് ചെയ്യുക. മോഹൻലാലിൻ്റെ ഒരു നടനെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം ഇനി പറഞ്ഞാൽ അത് പുള്ളിക്കുള്ള അവമാനം, പുള്ളിയെക്കുറിച്ച് പോയിട്ട്. പക്ഷേ ഞാൻ ഇതിനകത്ത് ഒരു ഇൻസിഡൻറ്റ് പറയാം. ഒരു 28 ദിവസം പുള്ളിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ പോലെ ഒക്കെ ആയിരുന്നു. പിന്നെ അത് ഒരു ദിവസം ഷൂട്ട് മുടങ്ങിയും പോയി. പുള്ളിയുടെ ഇത് 4 ദിവസം ഷൂട്ട് മുടങ്ങിപ്പോയി. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പുള്ളി എങ്ങനെയാണ് അത്രയും ജോലി ചെയ്തത്? ഇവിടെയാണ് ഇപ്പം അനീഷ, നമ്മൾ ഒരാളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് ആ ആളെ നമ്മൾ പുകഴ്ത്തി പറയല്ല. പതി മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പുകഴ്ത്തലല്ലാതെ അദ്ദേഹത്തെക്കുറിച്ചിട്ട് നമ്മൾ അടുത്തറിയുമ്പോഴാണ് പല കാര്യങ്ങളും അറിയുന്നത്. ഈ വ്യക്തി ചെസ്റ്റ് കൺജഷൻ അടിച്ചിട്ട് ഷൂട്ടിന് വന്നിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ പൊടി ഇഷ്ടം പോലെ. അപ്പം കിട്ടുന്ന സമയത്തെല്ലാം മാസ്ക് ഇടിപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ലാല് മൂപ്പയുടെ സ്വതസിദ്ധമായ എനർജിയിലല്ല, പക്ഷേ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഈവനിങ് പറഞ്ഞു ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര കൺജഷൻ, ആവിയൊക്കെ പിടിപ്പിച്ച് നോക്കി. രാത്രി ഒരു 8 മണിക്ക് കിടത്തി ഉറക്കി. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഗോ ടു സ്ലീപ്പ്, മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞ് മൂപ്പർ സ്വിച്ച് ഓഫും ചെയ്ത് കിടന്നുറങ്ങി. കാലത്ത് ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് പോയി നോക്കുന്ന സമയത്ത് ഈസ് ട്രൈങ് ടു ഗെറ്റ് അപ്പ്. ഞാൻ പറഞ്ഞു ലാലു, യു ആർ നോട്ട് കമ്മിങ് ഫോർ ദ ഷൂട്ട്. അപ്പോൾ അന്നത്തെ യു ജസ്റ്റ് റിലാക്സ്. അന്നവിടെ കിടത്തി ഡോക്ടറെ വിളിച്ചു, ഇഞ്ചക്ഷൻ മരുന്നെല്ലാം കൊടുത്തു. ലിജുവും ഗ്യാങ്ങും എല്ലാവരും മുരളി എല്ലാവരും കൂടെ അവർ നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു സാറിന് എല്ലാം ചെയ്ത് കൊടുക്കുക, ആവി പിടിപ്പിക്കും. 4ാമത്തെ ദിവസമായപ്പോഴത്തേക്കും മൂപ്പർ റെസ്റ്റ്ലെസ് ആയി. അണ്ണാ ഞാൻ വരുന്നു കേട്ടോ എന്നത്. ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഓക്കെയാണ്. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും മൂപ്പറിന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം. അപ്പം നമുക്ക് മോഹൻലാലിൻ്റെ ലൊക്കേഷനിൽ വേറെ രൂപത്തിലാണ് കാണുന്നത്. ലാലിസ് ലൊക്കേഷനകത്ത് നിങ്ങൾ അറിയുന്ന മോഹൻലാലല്ല. ലാല് ബിക്കംസ് എ പാർട്ട് ഓഫ് ദ കംപ്ലീറ്റ് ടീം. അതിൽ എല്ലാവരോടും കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞിട്ടും അവർക്ക് ഹെൽപ്പും ചെയ്ത് അവരൊരു വെയിറ്റ് തൂക്കി നടക്കുകയാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് അവനെ തൂക്കാൻ പറ്റില്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ പലയിടത്തും വീഡിയോ കൊണ്ട്. ഇത് ഒരു ലൊക്കേഷനല്ലാതെ എല്ലാ സ്ഥലത്തും അദ്ദേഹം ഇങ്ങനൊരു മാനുഷികത്വം കാണിക്കുന്ന ആളാണ്. എപ്പോഴും കയറിയിട്ട് കാരവനിൽ കയറിയിരിക്കുക അതൊന്നുമില്ല. ഇങ്ങനൊരു റോളാണെങ്കിൽ അണ്ണാ കുറച്ച് വേർക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയും, പോവില്ല തിരിച്ച്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് മോഹൻലാൽ എന്നുള്ളത്. കൺപീലികൾ നീരേറ്റു വീഴുന്ന നേരം നോക്കാതെ പിൻവാതിലിൻ മൗനങ്ങളെ കൈ ചേർത്തു പുൽകുവാൻ തെല്ലും